പെരുന്നയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടയോട്ടം നടക്കുന്നുണ്ടെങ്കിലും സർക്കാർ അനുകൂല നിലപാടിൽ ഇല്ലെന്ന് തന്നെയാണ് സുകുമാരൻ നായർ. നേതാക്കളുടെ സന്ദർശനത്തെ സൗഹൃദ കൂടിക്കാഴ്ചയായി മാത്രമാണ് NSS നേതൃത്വം അവതരിപ്പിക്കുന്നത്. വന്നു കണ്ടവർ ലോഹ്യം പറഞ്ഞു പോയെന്ന് പറഞ്ഞ് അനുനയ നീക്കങ്ങളെ സുകുമാരൻ നായർ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു. നമുക്ക് കേൾക്കാം. ആരുമായിട്ടും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വന്നു പോയവർ ലോഹ്യം പറഞ്ഞിട്ട് പോയി. അതൊക്കെ അത് അവരുടെ ഇല്ല. ഞാൻ എന്റെ സ്റ്റാൻഡാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അഖിൽ കെ നൽകും വിശദാംശങ്ങൾ. അഖിൽ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഒരു സമയത്ത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ പെരുന്നയിൽ ഇങ്ങനെ ക്യൂ നിന്ന് സുകുമാരൻ നായരെ കാണുമ്പോൾ അതിൽ ഒരു സൗഹൃദ കൂടിക്കാഴ്ച, സൗഹൃദ ഉദ്ദേശം മാത്രമല്ല ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അത്തരം ചോദ്യങ്ങളും ഉയരുകയാണ്. പക്ഷേ സുകുമാരൻ നായരും പറയുന്നത് ഇത് സൗഹൃദ കൂടിക്കാഴ്ചയാണെന്നാണോ? പക്ഷെ അദ്ദേഹം നിസ്സാരവൽക്കരിക്കുന്നുണ്ട് അല്ലേ? വന്ന് കണ്ട് ലോഹ്യം പറഞ്ഞു പോയെന്നാണ് സുകുമാരൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? സുകുമാരൻ നായർ എന്തൊക്കെ പറഞ്ഞു? റോഷ്നി, സുകുമാരൻ നായർക്കും അറിയാം ഇത് അത്ര ഒരു ലാഘവത്തോടെയോ അല്ലെങ്കിൽ ഇതൊരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി വരുന്ന സൗഹൃദ സംഭാഷണങ്ങളല്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇത് ഒന്നല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ മഞ്ഞൊരുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഈ ഓരോരോ നേതാക്കളായി ഇങ്ങനെ വന്നു പോകുന്നതെന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല എന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൻ്റെ ഒരു മീറ്റിംഗ് നടന്ന ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്മേൽ ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരു നേതാക്കളും ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് കൃത്യമായി കണിശമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ആ നിലപാടിൽ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുന്നു. ഈ വിഷയത്തിൽ ആരോടും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യം NSSനില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. വന്നവർ ലോഹ്യം പറഞ്ഞു പോയി എന്നുള്ളത്, അതായത് എന്താണ് തൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മയപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് കൃത്യമായി ബോധ്യമുണ്ട്. അടുത്ത നേതാക്കൾ ഇനിയും വരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതത്ര നിഷ്കളങ്കമായുള്ള വരവുകളല്ല. കൃത്യമായി തന്നെ കോൺഗ്രസിന് ഒരു ലക്ഷ്യമുണ്ട്. അതായത് ഈ ആദ്യഘട്ടത്തിലെ ഈ കൂടിക്കാഴ്ചകളൊന്നും തന്നെ ഒരു പക്ഷേ കൃത്യമായി ഈ മുൻപ് പ്രതിപാദിപ്പിക്കപ്പെട്ട ആഗോള ഈപ്പ സംഗമത്തിലെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വിമർശനങ്ങളും ചർച്ചയായിട്ടില്ല എങ്കിൽ പോലും ഇതിൽ എങ്ങനെ നിലപാട് മയപ്പെടുത്താൻ കഴിയും, കൂടുതൽ എങ്ങനെ NSSനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു പരിശ്രമം, അതിൻ്റെ ഒരു ആദ്യഘട്ട ശ്രമങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഏറ്റവും അടുത്തു നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കൾ, സുകുമാരനുമായി വ്യക്തിബന്ധം വെച്ച് പുലർത്തുന്ന നേതാക്കൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ അവിടേക്ക് പോയതെന്നുള്ളതാണ്. പക്ഷേ ആ നേതാക്കൾ പോകുമ്പോൾ പോലും ആ മഞ്ഞിൽ ഒരു കടുക പോലും ഒരുക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് NSSന്റെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളത് തന്നെയാണ് സുകുമാരൻ നായർ പറയുകയും ചെയ്യുന്നത്. താൻ പറഞ്ഞ നിലപാടിൽ, അതായത് പല സ്ഥലത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടാകും, അപ്പോൾ പോലും ഈ നിലപാടിൽ നിന്നും പുറകോട്ട് പോകാനോ മാറ്റാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട, അതായത് നിസ്സാരക്കാരായ നേതാക്കളല്ല, കൊടിക്കുന്നിൽ സുരേഷ്, PJ കുര്യൻ, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ 3 പേരാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പോകാം. പക്ഷേ ഈ നിലവിലെ നിലപാടിൽ നിന്നും മാറ്റാനോ അല്ലെങ്കിൽ നിലവിലെടുത്തിട്ടുള്ള സമവാക്യങ്ങൾ മാറാനോ സാധ്യതയില്ല. കാരണം CPM അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയപ്പോഴാണ് അതിൽ സുകുമാരൻ നായർ അതിൽ അപ്പോഴും NSSന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. CPM അല്ലെങ്കിൽ LDF അവരുടെ നിലപാട് മാറ്റിയപ്പോൾ അവരെ അടുപ്പിച്ചു അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി കോൺഗ്രസ് ഒരു പക്ഷേ നിലവിലെ ഈ നിലപാടിൽ നിന്നും മാറ്റി NSS മുന്നോട്ട് വെക്കുന്ന നിലപാടിനോട് ചേർന്ന് പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു പക്ഷേ ഇനി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാലായിരിക്കും. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയമായ ചില നിലപാടുകളിൽ, അതായത് സമദൂരത്തിൽ ശരിയുടെ ദൂരം എന്ന സുകുമാരൻ നായർ പറയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിന് നിലപാട് മാറ്റേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു പ്രതികരണത്തിലൂടെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് റോഷ്നി. ഓക്കെ, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഈ NSSന്റെ സർക്കാർ അനുകൂല നിലപാടിനെതിരെ സംഘടനയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമാണ്. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കട്ടപ്പയോട് ഉപമിച്ച് ഇന്നും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. പല സ്ഥലങ്ങളിലും കരയോഗം പ്രതിനിധികൾ തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ശരണം വിളിച്ചും കോലം കത്തിച്ചുമാണ് പ്രതിഷേധങ്ങൾ. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നും പ്രതിഷേധിക്കുന്നവർ കരയോഗ പ്രതിനിധികളല്ലെന്നുമാണ് NSS നേതൃത്വത്തിന്റെ ഭാഷ്യം. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, സംഘടനയ്ക്കകത്തു നിന്ന് തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. സുകുമാരൻ നായർ കട്ടപ്പയാണെന്ന് ആവർത്തിച്ച് പറയുകയാണല്ലേ? ഏതൊക്കെ കരയോഗങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു? ഈ പ്രതിഷേധങ്ങളെയൊക്കെ NSS നേതൃത്വം നോക്കിക്കാണുന്നത് എങ്ങനെയാണ്?
റോഷ്നി, NSSനകത്ത് ഭിന്നത ആദ്യഘട്ടത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായിട്ട് സുകുമാരൻ നായരുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്ന ഒരു പ്രതികരണം, അല്ലെങ്കിൽ NSSന്റെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കുറെ ആയി എന്നുള്ളതാണ്, അതായത് 2 അക്കം കടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയുക. കാരണം ആദ്യഘട്ടത്തിൽ ചെറിയ അതായത് കരയോഗങ്ങളിൽ മാത്രമായി 1-2 കരയോഗങ്ങളിൽ മാത്രമായി ആ പ്രതിഷേധങ്ങൾ തുടർന്നു പോകുന്നു. പക്ഷേ ഇത് വ്യാപിക്കുകയാണ്. അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമുള്ള വിവിധ കരയോഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത്. അത് ബാനർ കെട്ടിയും ഫ്ലെക്സ് കെട്ടിയും മാത്രമുള്ള പ്രതിഷേധങ്ങൾ അല്ല, അതിനപ്പുറത്തേക്ക് NSSന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ തന്നെ വന്ന് ശരണം വിളിച്ചുകൊണ്ട് പ്രതിഷേധം തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം രൂപപ്പെട്ടത്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ സുകുമാരൻ നായരുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരണം വിളിച്ച് പകൽ വെളിച്ചത്തിൽ തന്നെ ആളുകൾ രംഗത്ത് വന്ന് കരയോഗം ഭാരവാഹികളാണ് തങ്ങൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വന്ന് അവർ പ്രതിഷേധം നടത്തുകയായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ സുകുമാരൻ നായരോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയൊക്കെ ഇന്ന് പ്രതികരിക്കുന്നത് ഇവർ കരയോഗം ഭാരവാഹികളല്ല, അല്ലെങ്കിൽ ഇവർ നായർ സമുദായക്കാരല്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ ആ രീതിയിൽ അവഗണിച്ചു വിട്ടാലും അതിലൊരു ഭിന്നതയുണ്ട് എന്നുള്ള ഒരു വസ്തുത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത് പ്രതിനിധി സഭയുടെ പിന്തുണ കിട്ടിയിട്ട് പോലും സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ അത്തരത്തിൽ വ്യാപകമായ ഒരു പ്രതിഷേധമൊന്നും ഒരു വിഷയത്തിൽ ഉണ്ടാവാറില്ലാത്തതാണ്, പ്രത്യേകിച്ചും NSS, SNDP പോലുള്ള സംഘടനകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിനിധി സഭയുടെ പിന്തുണ കിട്ടിയിട്ട് പോലും കരയോഗങ്ങളിൽ നിന്ന് പ്രമേയങ്ങൾ പാസ്സാകുന്നു. അതായത് സുകുമാരൻ നായരുടെ ഏകപക്ഷീയമായ നിലപാടാണ്, വ്യക്തിപരമായ നിലപാടാണ്, അത് ശരിയല്ല എന്നുള്ള നിലയിൽ പ്രമേയം പാസ്സാകുന്നു. കണയന്നൂർ താലൂക്ക് NSSന്റെ താലൂക്ക് കണയന്നൂർ ആ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടു വന്നു. ചെങ്ങന്നൂരിലാണെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നു. ഒപ്പം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന് വരുന്നു, കോട്ടയത്ത് നിന്ന് പ്രതിഷേധങ്ങൾ വരുന്നു. അതായത് വിവിധ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത്. അതിനെ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ സുകുമാരൻ നായർ അതിനെ പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ കോട്ടയം ഭാഷയിലൊക്കെ അദ്ദേഹം അതിനെ അവഗണിച്ച് വിടുന്നുണ്ടെങ്കിൽ പോലും അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ഉണ്ട് എന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോഴാണ് അത്തരത്തിൽ സുകുമാരൻ നായരുടെ പ്രതികരണം അത് എത്രത്തോളം വസ്തുതകൾ അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് ആത്മാർത്ഥമാണ് എന്നുള്ളതിലാണ് നമുക്ക് സംശയം തോന്നുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുമെന്നുള്ള സൂചന തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. കാരണം ഇതിനകത്ത്, ഈ നിലപാടിനകത്ത് തൽക്കാലം മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ സ്വഭാവത്തോടു കൂടി വേണമെങ്കിൽ ഇത് പല പ്രതിഷേധങ്ങളെയും കാണാൻ സാധിക്കും. കാരണം പല സ്ഥലങ്ങളിലെയും കരയോഗ ഭാരവാഹികളായിട്ടിരിക്കുന്നവർക്ക് പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ കണ്ടതാണ്. കുറെ ആളുകൾ BJPക്കാരാണ്, കുറച്ചാളുകൾ കോൺഗ്രസുകാരാണ്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ കൂടി കരയോഗം ഭാരവാഹികളായതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് BJPക്കും കോൺഗ്രസിനും ഒക്കെ NSSന്റെ നിലപാടിൽ അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്ന് നമുക്ക് ഒരു രീതിയിലും കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ ഇതിൽ NSS ഇനി എന്തായാലും നിലപാടിൽ ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അതിൽ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതിനിധി സഭയിൽ ഇത് വെക്കുന്നു. അവരുടെ പിന്തുണ പൂർണ്ണമായിട്ടും ജനറൽ സെക്രട്ടറിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ പ്രതിഷേധങ്ങൾ, തുടങ്ങിവെച്ച പ്രതിഷേധങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും കാണാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നവരോട്, അല്ലെങ്കിൽ വിഭാഗീയത ഉള്ള, മാറി നിൽക്കുന്ന ഭിന്നതയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കട്ടപ്പയുടെ ചിത്രങ്ങളാണ് കേരളത്തിൽ ഉടനീളം എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു കാര്യം. സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയെ പ്രതീകാത്മകമായി വെച്ചുകൊണ്ടാണ് സമുദായത്തെ ഒറ്റിക്കൊടുത്തയാൾ എന്നുള്ള നിലയിൽ സുകുമാരൻ നായർക്കെതിരെ ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രതിഷേധം രൂപപ്പെടുന്നത്. ഇത് വ്യക്തിപരമാണ് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ടത്. അതായത് NSS എന്ന് പറയുന്ന സംഘടനയല്ല, മറിച്ച് NSS ജനറൽ സെക്രട്ടറിയുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഏകപക്ഷീയമായ നിലപാടാണ് ഇത്തരത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ സമദൂരം ശരിദൂരം എന്നുള്ളതൊന്നുമല്ല, അത് സുകുമാരൻ നായരുടെ മാത്രം നിലപാടാണ് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. അതിന് ഇനിയിപ്പോൾ ആകെയുള്ള ഒരു വഴി, 1-2 വഴികൾ മാത്രമാണ് ആകെയുള്ളത്. ഒന്നുകിൽ അവഗണിക്കുക, അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് തള്ളിക്കളയുക, അല്ലെങ്കിൽ ഇവർക്ക് NSSുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിക്കളയുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മുന്നിലുള്ള ഏക വഴി. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യചിഹ്നം. റോഷ്നി, അതാണ് ഹരിമോഹൻ പറഞ്ഞതുപോലെ എന്തായാലും
എന്തായാലും ഇനിയും പ്രതിഷേധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രതിഷേധങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായാൽ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞ് NSS നേതൃത്വത്തിന് തള്ളിക്കളയാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. സുകുമാരൻ നായരെ കട്ടപ്പയെന്ന് വിളിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഒരുപാട് ഫ്ലക്സുകൾ വരുന്നു. നേതൃത്വം കട്ടപ്പാരയാണെന്ന് സംഘടനയ്ക്ക് അകത്ത് നിന്നുള്ളവർക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ്. ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഒരു പ്രതികരണം നമുക്കൊന്ന് കാണാം. മറന്നുകൊണ്ട് പൊടുന്നനെ ആലോചിക്കാതെ സ്വന്തമായിട്ടൊരു തീരുമാനം അദ്ദേഹം എടുത്താണെന്നുള്ള എൻ്റെ അറിവ്. പക്ഷെ അത് ഒട്ടും NSSനെ സംബന്ധിച്ചിടത്തോളം താഴെ ഉള്ള സമുദായ അംഗങ്ങൾക്ക് അത് തൃപ്തിയല്ല. ഇപ്പം തിരുവാർപ്പ് 1585 നമ്പറിലെ തന്നെ അംഗങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. പ്രമേയം അവതരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ NSSൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ഒരു അഭിപ്രായം മാനിക്കുകയോ അല്ലെ അത് ആരായുകയോ ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു. ഇതാണ് ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും NSSനകത്ത് നിന്നുള്ളവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ NSS നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതിഷേധങ്ങളെല്ലാം. സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സംശയിക്കുന്നത്. NSSലെ BJP അനുകൂല കരയോഗങ്ങളാണ് പ്രതിഷേധിക്കുന്നത് എന്നതാണ് സൂചന. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഈ പ്രതിഷേധങ്ങൾക്ക് പലയിടങ്ങളിലായി ഉയർന്നു വരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ആണ് തുടക്കമിട്ടത്. പക്ഷേ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ BJP ഉണ്ടെന്നുള്ള സംശയം നേതൃത്വത്തിനുണ്ടോ? യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത്? റോഷി, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എടുത്ത നിലപാട്, പ്രത്യേകിച്ച് കോൺഗ്രസിനും BJPക്കും ഈ കാര്യത്തിൽ നിലപാടില്ല എന്ന് വിമർശനം, ഇതൊക്കെ BJP നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. BJP ആണെങ്കിൽ ഒരു അനുനയ നീക്കം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ NSSൽ BJP സ്വാധീനമുള്ള കരയോഗങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന ഒരു വിമർശനം, ഒരു വിലയിരുത്തലുമുണ്ട്. അങ്ങനെ ഒരു സംശയമാണ് NSS നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ G. സുകുമാരൻ നായരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നത്. അത് ഗൌരവത്തിലെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് NSS പോകുന്നത്. പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വമാകട്ടെ അത്തരം പ്രതിഷേധങ്ങളിൽ ഭാഗമാകരുതെന്ന് എന്ന നിലപാട് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട NSSന്റെ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. അത് അനൌദ്യോഗികമാണ്. കാരണം ഇത്തരത്തിൽ NSSുമായി നല്ല ആത്മബന്ധം തുടർന്ന് മുന്നോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നിലുള്ള ചില ഗൂഢാലോചന അത് നേരെ ചെന്നെത്തുന്നത് BJPയിലേക്കാണെന്ന് ചില നേതാക്കളെങ്കിലും പറയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധം തുടരും. സുകുമാരൻ നായരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും തന്നെയാണ് ഉള്ളത്. കടന്നാക്രമണം അവർ ലക്ഷ്യമിടുന്നതൊക്കെ G. സുകുമാരൻ നായരെ തന്നെയാണ്. നിലപാട് തിരുത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നത്. പക്ഷേ G. സുകുമാരൻ നായരാകട്ടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലപാട്, അതിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ സമദൂര നിലപാട്, രാഷ്ട്രീയ നിലപാട് മാറ്റിയിട്ടുമില്ല. ഏതായാലും പ്രധാനമായും BJPയും കോൺഗ്രസുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായത്. പക്ഷേ NSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും ഈ പ്രതിഷേധത്തിന് പിന്നിൽ BJPയാണ് സംശയിക്കുന്നത്. റോഷ്നി, ഓക്കെ, അപ്പോ റോഷിവാൽ പറഞ്ഞതുപോലെ പല പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് BJP ആണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.